ജ്ഞാനീഹത്തിൽ മണ്ണോടു മണ്ണായാലും വാനത്തിൽ നീ ജ്ഞാനീഹത്തിൽ മണ്ണോടു മണ്ണായാലും വാനത്തിൽ നീ വന്നു വിളിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത് വന്നു വിളിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത് എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ബോബി ചാർലി മൈലപ്ര ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള മോർണിംഗ് വോയ്സിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നാം അറിയുന്നത് പോലെ ദാവീദ് രാജാവിനാൽ വിരചിതമായ ഒരു സങ്കീർത്തനം ആണ് ഈ സങ്കീർത്തനങ്ങൾ 27. ദൈവത്തിലുള്ള തൻ്റെ ഭക്തി കൊണ്ടും ആശ്രയം കൊണ്ടും താൻ അഭിമുഖീകരിച്ചു പോരുന്ന അനവധി വ്യത്യസ്തമായ കഷ്ടതകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അതുപോലെ പലവിധമായ ഭയങ്ങളിൽ നിന്നും പരിശോധനകളിൽ നിന്നും രക്ഷ നേടുന്നതിനെക്കുറിച്ചാണ് ഇവിടെ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അപ്രതീക്ഷിതവും അപകടകരവുമായ അനവധി സന്ദർഭങ്ങളെ ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം കൊണ്ട് മറികടക്കുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ വ്യക്തമായ നിലയിൽ ഒരു വാഗ്മയ ചിത്രമായി ദാവീദ് ഇവിടെ വരച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ദാവീദ് അഭിമുഖീകരിക്കുന്നതെല്ലാം ഓർത്താൽ നമ്മുടെയും അനുഭവങ്ങൾ തന്നെയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സങ്കീർത്തനത്തിലാകമാനമായി ദാവീദ് തൻ്റെ വ്യത്യസ്തമായ അനവധി അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അനുഭവങ്ങളെയൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. വാക്യം 10 എന്താ പറയുന്നത്? എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. നമ്മിൽ പലർക്കും ഇങ്ങനെയുള്ള സാഹചര്യം വന്നിട്ടില്ലേ? മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ, ഇനി അവരല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, അതുമല്ലെങ്കിൽ ദൈവമക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും ഉപേക്ഷണവും. ഇതൊക്കെ അനുഭവിച്ചവരാണ് എന്നെ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും എന്ന് ഞാൻ ന്യായമായിട്ടും പ്രതീക്ഷിക്കുക. 5-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് അനർത്ഥ ദിവസങ്ങൾ എന്നാണ്. അനർത്ഥ ദിവസങ്ങൾ. ഈ അനർത്ഥ ദിവസങ്ങളെന്ന് പറയുന്നത് രോഗങ്ങളാകാം, മരണങ്ങളാകാം, മനക്ലേശദായിനികളായ അനേക സംഭവങ്ങളുടെ തുടർന്നെത്തുന്ന അലമാലകളാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമുക്ക് തളർന്നു പോകാൻ, നാം ക്ഷീണിച്ചു പോകുവാൻ, മടുത്തു പോകുവാൻ, ശാരീരികവും മാനസികവുമായിരിക്കുന്ന വേദനകളാൽ ഞരങ്ങിപ്പോകുവാൻ ധാരാളം സാധ്യതകളുണ്ട്. വാക്യം 12 എത്തുമ്പോൾ മറ്റൊരു കൂട്ടരെ കാണുന്നുണ്ട്. കള്ളസാക്ഷികൾ, ക്രൂരത്വം വിശ്വസിക്കുന്നവർ. കള്ളസാക്ഷികൾ നമുക്കെതിരായിട്ട് കള്ളസാക്ഷ്യം പറഞ്ഞ് നമ്മെ വീഴിക്കുവാനും നമ്മെ ന്യായാധിപൻ്റെ കൈകളിൽ അകപ്പെടുത്തി നമ്മൾ ഒരിക്കലും അർഹിക്കാത്ത തരത്തിലുള്ള ശിക്ഷകൾ നമുക്ക് മേടിച്ചു തരുവാൻ വേണ്ടി മനഃപൂർവ്വം നമുക്കെതിരായി കള്ളസാക്ഷ്യം പറയുന്നവരാണ്. അതുപോലെ ക്രൂരത്വം വിശ്വസിക്കുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗര്യതയോടുകൂടെ നമ്മോടടുക്കുന്നവർ, നമ്മെ വീഴ്ച കളയുവാൻ, അപായപ്പെടുത്തുവാൻ ആയിട്ട് ശ്രമിക്കുന്നവർ. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ദാവീദിന് മാത്രമല്ല, ഇന്ന് നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഭയപ്പെടുവാനും ദുഃഖിക്കുവാനും എന്തെന്ത് സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്നത്. 3-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാൽ എന്ന് പറയുന്നുണ്ട്. മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തെത്തുന്ന ഇസ്രയേലിനെ മിസ്രയീമ്യർ പിന്തുടർന്ന് ചെന്നെത്തിയതുപോലെ, ഇനി അതുമല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ പട്ടാളക്കാർ, ഏദോമ്യരടക്കമുള്ള അനവധി രാജ്യക്കാരെ അവരെ പലവിധത്തിൽ
ആക്രമിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നതുപോലെ പല അന്ധകാര സൈന്യങ്ങളുടെ വാടകോരലുകളുടെയും പ്രതിരോധങ്ങളുടെയും യുദ്ധമുഖത്ത് അകപ്പെട്ടു പോയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ നാമും? അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങോട്ട് നീങ്ങും, എങ്ങോട്ട് ഓടും, ആരുണ്ടൊരു രക്ഷയ്ക്ക്, ആരുണ്ടൊരു സഹായത്തിന് എന്നൊക്കെ ഭാരപ്പെട്ടു പോയ നിമിഷങ്ങൾ. 2-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് മറ്റൊരു കൂട്ടരെക്കുറിച്ചാണ്. ശത്രുക്കളായ ദുഷ്കർമ്മികൾ, ദുഷ്കർമ്മങ്ങൾ മാത്രം നിരന്തരമായി ചെയ്തു വരുന്ന നിത്യശത്രുക്കളായ ചിലർ. അവരൊരിക്കലും ഒരു ഗുണമോ ഒരു നന്മയോ നമുക്ക് കൊണ്ടുവരുന്നവരല്ല. എപ്പോഴും നമ്മുടെ വീഴ്ച മാത്രം ആഗ്രഹിക്കുന്നവർ, നമ്മുടെ പതനം മാത്രം സ്വപ്നം കാണുന്നവർ. അങ്ങനെയുള്ളവർ ദുഷ്പ്രവൃത്തികളാൽ അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളാൽ നമ്മെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ശത്രുക്കളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്താണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ചെയ്യുക? നിരാശപ്പെട്ട് മുഖം കുനിക്കുമോ? അതോ ഹൃദയവേദനയിൽ ഉലഞ്ഞ് കണ്ണുനീർ പൊട്ടിയൊഴുകി കരഞ്ഞു വിലപിക്കുമോ? ഇനി അതുമല്ല, ഇനിയും വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കുവാനായിട്ട് നാം ശ്രമിക്കുമോ? എന്നാൽ ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ലോക ജീവിതം പൂവിരിച്ച മെത്തയല്ല, പട്ടുമെത്തയിലുള്ള സുഖലോലുപമായ ഒരു ജീവിതമല്ല ദൈവവചനം വാഗ്ദത്തം ചെയ്യുന്നത്. പരിപരുത്ത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് അറിയാതെ ഭാരപ്പെടുമ്പോൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 2 തിമോത്തിയോസ് 3:12 നമുക്ക് കാണുവാൻ സാധിക്കും. എന്താ നമ്മളവിടെ വായിക്കുന്നത്? എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഇതൊരു വാഗ്ദത്തമാണ്, ഇതൊരു വരമാണ്, ദൈവമക്കൾക്കുള്ള വരം. ദൈവഭക്തിയിൽ ക്രിസ്തുയേശുവിലുള്ള ഭക്തിയോടുകൂടി ജീവിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങളുണ്ടാവും, കഷ്ടങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. പക്ഷെ നിരാശപ്പെടേണ്ട, ഓടി ഒളിക്കണ്ട. നിലവിളിയോടും വിലാപത്തോടും കൂടെ മാറത്തടച്ച് അയ്യോ എനിക്കിങ്ങനെ വന്നുപോയല്ലോ എന്ന് ആശങ്കപ്പെടേണ്ട ആവശ്യവും ഇല്ല. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം, അവൻ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കുമെന്ന് ധൈര്യത്തോടുകൂടെ വിളിച്ചു പറയുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ദൈവസന്നിധിയിൽ കർത്താവിൽ ജയഘോഷം കൊള്ളുക. ദാവീദ് 27-ാം സങ്കീർത്തനത്തിൻ്റെ തന്നെ 5ഉം 6ഉം വാക്യങ്ങളിൽ തൻ്റെ ദൈവത്തിലുള്ള ആശ്രയം നിമിത്തം താൻ ദൈവത്തിൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ പ്രതീക്ഷിക്കുന്ന ആ വിടുതലിൻ്റെ ചിത്രം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അവിടെ എന്താണ് പറയുന്നത്? അനർത്ഥ ദിവസത്തിൽ അവൻ എന്നെ കൂടാരത്തിൽ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തലയുയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഒരുപാട് വിശദീകരിക്കേണ്ട വാക്യമാണത്. എന്നാൽ അതിന് സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. നാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ബലം കൊള്ളുക, ദൈവത്തിൽ ശരണപ്പെട്ട് അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുക. എല്ലാ ചിന്താകുലങ്ങളും കർത്താവിന് മേലിട്ടുകൊള്ളുക. അവിടുന്ന് നമ്മെ കരുതും, നമ്മെ പുലർത്തും, നമ്മെ വഴി നടത്തും. ഈ വിധമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിച്ച് മുന്നേറുവാൻ, വിജയം നമ്മുടെ ശീലമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. ആമേൻ.